ആഘോഷം എന്തുമാകട്ടെ, ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു. കാലിക്കറ്റ് സർവകലാശാല ഡാബ്കെ ലയാലി ബിസോൺ കലോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്ന് സ്റ്റേജ് തല മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ശബ്ദാനുകരണ കലയുടെ സൗകുമാര്യം ഒട്ടും ചോർന്നു പോകാതെ വിവിധ വേദികളിലായിട്ട് കലാമാമാങ്കങ്ങൾ അടങ്ങേറുകയാണ്. വേദി 2-ൽ പ്രധാനപ്പെട്ട ഓട്ടംതുള്ളൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലോത്സവ വേദിയിൽ ഒന്നടങ്കം തന്നെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ പ്രദേശവാസികളും നാടും ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ കലോത്സവത്തിനെ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. വൈകുന്നേരം 4 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ സിനിമാ താരം ആസിഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുകയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കലോത്സവ നഗരി ഈ ജനങ്ങളുടെ ആഘോഷമാക്കി മാറ്റി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ജനപങ്കാളിത്തം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാപ്പിളപ്പാട്ട് മത്സരം നടക്കുന്ന വേദി 3 സാമിയയിലാണ്. നളർത്തു നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പുതുമരം ചമന്തിട്ട് പുറത്തു കൂടിടലായി അലിപുലി പൂവിക്കിണങ്ങുവതായി. 5 വേദികളിലും സമയബന്ധിതമായി തന്നെ മത്സര പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൂടുതലായതിനാൽ പുലർച്ചെ വരെ പരിപാടി നീളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാടും നാട്ടുകാരും ഏറ്റെടുത്ത ഈ കലാമാമാങ്കം വീക്ഷിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പുളിയാവ് കോളേജിലേക്ക് ഒഴുകിയെത്തുന്നത്. എല്ലാവരെയും വരവേൽക്കാൻ കോളേജ് മാനേജ്മെന്റും അധ്യാപകരും വലിയ താല്പര്യമാണ് കാണിച്ചിരിക്കുന്നത്. മാനവ സാഹോദര്യത്തിന്റെ ഉണർത്തുപാട്ടായി മാറുന്ന ഈ കലോത്സവം പുളിയാവിന്റെ മണ്ണിൽ പുതിയൊരു അധ്യായം തുന്നിച്ചേർക്കുകയാണ്. പുളിയാവ് ക്യാമ്പസിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അശ്വന്തിനൊപ്പം അഖില മരിയാട്ട്, മീഡിയ വിഷൻ. ശ്രീതു, എന്തായി മോന്റെ ബർത്ത്ഡേ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതുവരെ പാർട്ടി ഹാളിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ആകെ ടെൻഷനില്ല. ഇതിനിത്ര ടെൻഷൻ ഒന്നും വേണ്ട. ഈ പാരീസ് ഉണ്ടല്ലോ, അവിടെ പാർട്ടി നടത്താൻ പറ്റുമോ? അതെല്ലോ, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കിടിലം പാർട്ടി ഹാൾ ഉണ്ട്. മാത്രമല്ല ഫംഗ്ഷൻ ആവശ്യമായ ഫുഡ് ഓർഡർ അനുസരിച്ച് ചെയ്തു നൽകുന്നു. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം നടന്നാൽ ഓർഡർ പ്രകാരം ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൊള്ളാലോ, 2 പ്രശ്നം ഒരുമിച്ച് സോൾവ് ആയി. പിന്നെ കേക്ക്, സ്വീറ്റ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ബേക്കറി ഉണ്ട്. എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ്. ആണോ? എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് ഡി പാരീസ് ഹോൾ ബുക്ക് ചെയ്യാൻ പറയട്ടെ. ഫുഡിന് ഓർഡർ കൊടുക്കാം. ആഘോഷം എന്തുമാകട്ടെ, ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു.